പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുളക് ബജ്ജിയാണ്. അത് ഞാൻ ആദ്യം സാധാരണ ബജ്ജി മുളകാണ്, മറ്റേ മഞ്ഞ നിറത്തിലുള്ള എരിവില്ലാത്ത മുളക് വെച്ചിട്ടായിരുന്നു ഉണ്ടാക്കിയത്. നമുക്ക് ഈ മുളക് എടുത്തിട്ട് ബജ്ജി ഉണ്ടാക്കാം കേട്ടോ. ഇനി ഞാനിതാ മുളകൊക്കെ ഇതിൻ്റെ അകത്തുള്ള സീഡൊക്കെ എടുത്ത് കളഞ്ഞിരിക്കുന്നത്. ഇനി എരിവ് ഉണ്ടാവണ്ട വിചാരിച്ചിട്ട് എല്ലാത്തിൻ്റെയും സീഡ് കുറേ കളഞ്ഞിരിക്കുന്നത്. ഇനി കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ അതിൽ. ഇനി ഞാൻ ഇത് നല്ലോണം കഴുകി തുടച്ചെടുത്തതിന് ശേഷം കേട്ടോ സീഡൊക്കെ പോക്കിയത്. ഇനി ഞാൻ ഇതിനൊരു ബാറ്റർ മുമ്പ് തയ്യാറാക്കാണ്ട്. അപ്പം ഞാനിനി അതിനൊരു പാത്രം എടുക്കട്ടെ. ഇനി ഇതിലേക്ക് കുറച്ച് കടലമാവാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇത്രേ എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അന്നേരം ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു കളറിന് വേണ്ടിയിട്ടിട്ട് കുറച്ച് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ ആദ്യം. ഇനി ഇതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. മാവ് കട്ടി വേണം കേട്ടോ. കുറച്ചും കൂടി ചേർത്ത് കൊടുക്കട്ടെ. ഇത് നമ്മളെ ബാറ്റർ ഇവിടെ റെഡി ആയിരിക്കുന്നത്. അതായത് കട്ടി വേണം കേട്ടോ. ഇനി ഞാൻ അതിലേക്ക് ഒരു ലേശം അപ്പക്കാരാണ് ഇട്ട് കൊടുക്കുന്നത്. ഞങ്ങളുടെ ഇവിടെ അപ്പക്കാരെന്നാട്ടോ പറയുന്നതിന്. ഇതിട്ട് കൊടുക്കുന്നുണ്ടേ. കുറച്ചിട്ട് കൊടുത്താൽ മതി. അത് കൂട്ടി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. മിക്സ് ചെയ്ത് ഇനി ഞാനൊരു പാൻ വയ്ക്കട്ടെ. ഇത് നോക്കൂ, വെളിച്ചെണ്ണ നല്ലോണം ചൂടാക്കുന്നേ. ഇനി നമുക്ക് മുളക് ഇതേമാതിരി മുക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ വീഡിയോ കാണുന്നവർ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തില്ല ഒന്ന് ചെയ്തു തരണേ എനിക്ക്. ഇത് നോക്കുമ്പോൾ കോരി എടുക്കാം കേട്ടോ. ഇനി
അത് നോക്കുമ്പോൾ ബജ്ജിയുടെ മുളക് ബജ്ജി ഇവിടെ റെഡി ആയിരിക്കുന്നത്. ഇത് ഞാൻ സോസ് കൂട്ടിയിട്ടാട്ടോ കഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതുണ്ടില്ലേ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എനിക്ക് എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്.